ഇൻഹോ ഭൂമിയോട് ചോദിക്കുക, എന്നാലും എങ്ങനെ അങ്ങനെ ചെയ്യാനായിട്ട് തോന്നി, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വേറെ ഒന്നും ആലോചിക്കാനായിട്ട് പറ്റിയില്ലേന്ന് ചോദിക്കും. അതിനെന്താ, സെഗിയുടെ സിഇഒയും മാനേജറും എന്ന നിലയിൽ എനിക്ക് അന്നേരം അത് മാത്രമേ പറ്റത്തുള്ളായിരുന്നു. ഞാൻ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എനിക്ക് കൂടുതൽ അപകടമൊന്നും സംഭവിക്കരുതെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞാൻ വണ്ടി കൊണ്ടുവന്ന് മരത്തിലിടിച്ചത് എന്ന് പറയും. എന്നിട്ട് കളിയായിട്ട് വീണ്ടും പറയും, കണ്ടോ ഞാൻ ഇത്രയും സാക്രിഫൈസ് ഒക്കെ ചെയ്തു, നിനക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ നീ ഇനിയിപ്പോൾ സെമിനാറിൽ ചേരുവൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ ഒരു പ്രീസ്റ്റ് ആയാൽ മതി എന്ന് പറയും. ഉടനെ ഇൻഹോ പറയുന്നത്, ഞാനും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ആ സ്വപ്നം വേണ്ടെന്ന് വെക്കാം എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് എന്ന് പറയും. ഭൂമി ഡോജയെ മീറ്റ് ചെയ്യും. സേഗിയെ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയോ എന്ന് ചോദിക്കും. അപ്പോൾ ലാസ്റ്റായിട്ട് ഭൂമി എങ്ങനെയാണ് സേഗിയെ കണ്ടതെന്ന് ഡോജയെ തിരിച്ചു ചോദിക്കും. ഒരു ഗ്രാൻഡ് ബൈയുടെ രൂപത്തിലാണെന്ന് പറയുമ്പോഴത്തേക്കും, ഞാനും ബ്രീഫായിട്ട് ഇതുപോലെ കണ്ടായിരുന്നു, പക്ഷേ ഡിസപ്പിയർ ചെയ്തു, എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പിന്നെ പറ്റിയില്ല എന്ന് പറയും. ഇതുപോലെ ഒരു ആഴ്ച കഴിഞ്ഞു, എന്നിട്ടും തിരിച്ച് ട്രാൻസ്ഫോം ചെയ്യാൻ ഇപ്രാവശ്യം പറ്റിയിട്ടില്ലെന്നും പറയും. ഉടനെ ഭൂമി ഡോജയെ നോക്കിയിട്ട് ചോദിക്കും, എന്നും സേഗി ഇനി അതേ രൂപത്തിലായിപ്പോയാൽ സേഗിയെ പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന്. അപ്പം അതിന് മറുപടി പറയാനായിട്ട് ഡോജയ്ക്ക് പറ്റുന്നില്ല. ഭൂമി പോയി കഴിയുമ്പോൾ അത് തന്നെ ഡോജ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കാതെ എനിക്ക് സേഗിയെ ഏത് രൂപത്തിലായാലും സ്നേഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂഹാൻ അവിടേക്ക് വരും. എന്നിട്ട് ചോദിക്കും, ആ ഡയറിയിൽ പല പല രൂപങ്ങളിലും സേഗി എന്നാണ് പേരെഴുതി വെച്ചേക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സേഗി പണ്ട് പറഞ്ഞ കാര്യം ഡോജയ്ക്ക് ഓർമ്മ വരും. നമുക്ക് സത്യസന്ധമായിട്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ അവസരങ്ങൾ വല്ലപ്പോഴും കിട്ടത്തുള്ളൂ. ആ അവസരം ഉപയോഗിക്കണം, പിന്നീട് ചിലപ്പോൾ അങ്ങനെ ഒരു ചാൻസ് വരത്തില്ല എന്ന് പറഞ്ഞ് ഓർത്തിട്ട് അവൻ യൂഹാൻ്റെ അടുത്ത് പറയും, അത് മുഴുവൻ സേഗിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചതെന്ന്. യൂഹാൻ എന്താണ് കാര്യം എന്ന് മനസ്സിലാകത്തില്ല. ഏത് രൂപത്തിലായിരുന്നു ഇപ്പോഴും സേഗിയെ താൻ സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഡോജ അന്നേരം വീണ്ടും തിരിച്ചറിയുകയാണ്. ഭൂമിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം അവന് കിട്ടിക്കഴിഞ്ഞു. ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡോജയെ ബസ്സിലിരുന്നിട്ട് സേഗി കാണും. അവൾ അന്നേരം തന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഡോജയുടെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിർത്തിക്കും. ഗ്രാൻഡ് ബൈ കാണുമ്പോൾ തന്നെ ഡോജയ്ക്ക് മനസ്സിലാവും സേഗിയാണെന്ന്. സേഗി ഡോജയെടുത്ത് പറയുന്നത്, ഇനിയിപ്പോൾ എനിക്ക് തിരിച്ച് മാറാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ കാരണം ഡോജയുടെ ലൈഫ് ഇല്ലാതായി പോകരുത്, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം മാറി നിന്നതാണ്, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു സഹായം ചെയ്യണം, ഞാൻ വല്ലപ്പോഴും ദൂരെ നിന്നൊന്ന് കണ്ടോട്ടേയും ചോദിക്കും. അപ്പോൾ ഡോജ തിരിച്ചു ചോദിക്കുന്നു, അപ്പോൾ എൻ്റെ കാര്യമോ? സേഗിയെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ ജീവിതം മുഴുവൻ ഇരുട്ട് നിറഞ്ഞതായിരുന്നു. സേഗിയെ മീറ്റ് ചെയ്തതിന് ശേഷമാണ് ജീവിതത്തിലേക്ക് വെളിച്ചം വന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. അപ്പം എന്നെപ്പറ്റി എന്താണ് ആലോചിക്കാത്തത്? മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കാതെ ഇതെല്ലാം ഉപേക്ഷിച്ച് സേഗിയുടെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്, സേഗിക്ക് വേണ്ടി അതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറയും. അത് കേട്ട് അവൾ ഡോജയെ കെട്ടിപ്പിടിച്ച് കരയും. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ ട്രാൻസ്ഫോം ചെയ്യും. സൗണ്ട് മാറിയത് കേട്ടിട്ട് ഡോജ അവളെ ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ മാറിയതാണോ എന്ന് ഉറപ്പ് വരുത്തും. സേഗി ഡോജയെടുത്ത് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും സന്തോഷം കൊണ്ട് കരയും. സേഗിയെ കാണുമ്പോൾ ഭൂമിക്ക് ആശ്വാസമാവും. എന്ത് ചെയ്തിട്ടാണ് തിരിച്ച് പഴയ രൂപത്തിലായെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി സേഗിക്ക് ഒരു ഐഡിയ ഇല്ല. അവൾ എന്നിട്ട് ഭൂമിയെ വഴക്ക് പറയും, ഇത്രയും അപകടം പിടിച്ച ഒരു കാര്യം എന്തിനാണ് ചെയ്തത്, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും, മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കിയതിന്. യൂറി റിപ്പോർട്ടർ പാർക്കിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഒരു ന്യൂസ് ഉണ്ട്, ഇതുപോലെ സേഗി രൂപം മാറുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞിട്ട് ഫ്യൂണറലിൻ്റെ അന്നത്തെ CCTV ഫൂട്ടേജ് കാണിച്ചു കൊടുക്കും. ഇത് കണ്ടോ, സേഗി അകത്തേക്ക് പോകുന്നില്ല, വേറൊരാളാണ് അകത്തേക്ക് പോകുന്നത്, പക്ഷെ തിരിച്ചിറങ്ങി വരുന്നത് സേഗിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സേഗി അവിടേക്ക് വരും. റിപ്പോർട്ടർ പാർക്ക് സേഗിയെ വിളിച്ചു വരുത്തിയതാണ്. ഇത് കാണുമ്പോൾ യൂറിക്ക് ദേഷ്യം വരും. ഇപ്പോൾ ഒരു കഫേയാണ്, എല്ലാവരും കേൾക്കെ യൂറി എടുത്ത് സേഗി ചോദിക്കും, എന്നെപ്പറ്റി ആവശ്യമില്ലാത്ത റൂമേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടു, ഞാൻ രൂപം മാറുമെന്നൊക്കെ പറയുന്നത് കേട്ടു, ഇയാൾക്ക് എന്താ തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിക്കും. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും സേഗി ചോദിക്കും, എന്ത് വീഡിയോ, ഞാൻ അകത്തേക്ക് പോകുന്നത് കാണുന്നില്ല, പുറത്തേക്ക് വരുന്നേ ഉള്ളെന്നോ, ഫുൾ വീഡിയോയുടെ കയ്യിലുണ്ടെന്ന് ഇയാൾക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് ജ്യൂസ് എടുത്ത് ഇവരുടെ ഡ്രസ്സിലേക്ക് ഒഴിക്കും. ഇവള് ദേഷ്യത്തിൽ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും, എന്താ തിരിച്ച് എൻ്റെ ദേഹത്തേക്ക് ഒഴിക്കണോ, ഒഴിച്ചോ, എനിക്കൊരു പ്രശ്നവുമില്ല, എനിക്ക് എന്തായാലും അത്ര നല്ല ഇമേജ് ഒന്നുമല്ല, എല്ലായിടത്തും ആൾക്കാർ എന്നെ പറ്റി പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പം എനിക്ക് എൻ്റെ ഇമേജ് പോകുന്നൊന്നും പേടിക്കണ്ട, ഇയാൾക്ക് പറ്റുമെങ്കിൽ തിരിച്ചതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറയും. അപ്പം ആളുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂറി നന്നായിട്ട് ഇമേജ് കോൺഷ്യസ് ആണെന്ന് സേയ്ക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനൊന്നും ചെയ്യത്തില്ല, അവൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. ആളുകളൊക്കെ വീഡിയോ എടുത്തു തുടങ്ങും. അപ്പോൾ സേഗി കുറച്ച് തന്നെയാണ് ഇവളോട് പറയുന്നത്, ഇയാൾക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, അതിന് പോയി ആദ്യം
ചികിത്സിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് എന്ന് സൗണ്ട് താഴ്ത്തി പറയും. ഞാൻ രൂപം മാറുവാണെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പം ഞാൻ അല്ലാതായി മാറുമല്ലോ. എനിക്ക് ഇയാളോട് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇയാളെ വന്ന് കൊല്ലാം. അതിനുശേഷം ഞാൻ തിരിച്ച് എൻ്റെ രൂപം ആകുമ്പോഴത്തേക്കിനും വേറെ ആളായല്ലോ. പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ക്രൈം എന്ന് പറയുന്നതെന്ന് പറയും. ഇത് കേട്ട് യൂറി ആകെ പേടിച്ച് പറിച്ചാണ് അവിടെ നിൽക്കുന്നത്. സ്വാഭാവികമായും എല്ലായിടത്തും ന്യൂസ് വരും. യൂറിക്ക് സെഗിയെടുത്ത് അസൂയയാണ്, അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ യൂറിയാണ് പറഞ്ഞു പരത്തുന്നത്. അങ്ങനെയൊക്കെയാണ് ന്യൂസ് വന്നേക്കുന്നത്. ഭൂമിയും സെഗി ഇത് വായിച്ചിട്ട് അവിടെ നിന്ന് ചിരിയാണ്. ഇത് കാണുമ്പോൾ ഇൻഹോ പറയും, ഞാൻ ഇവരുടെ സൈഡിലായത് നന്നായി, എൻ്റെ ഫ്രണ്ട്സ് ആയത് നന്നായി, എൻ്റെ ശത്രുക്കളും എല്ലാം ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് അന്നേരം ഇൻഹോ പറയും. ഡോജയുണ്ട്, ഡോജെ അത് ശരിവെക്കും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂഹാൻ അവിടേക്ക് വരും. എന്നോട് പറയാതെ എന്തിനാണ് വന്നത്? ഇവിടെ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായി പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഡോജയുടെ കണ്ടീഷനൊക്കെ അറിയായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. സെഗി അന്നേരം പറയും, അത് ഒഴിച്ചുകൂടാനാവാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അങ്ങനെ പറയേണ്ടി വന്നതാണ് എന്ന് പറയും. ജൂഹാൻ എന്നിട്ടും സങ്കടമാണ്. അപ്പം സാലറി കൂട്ടി കൊടുക്കാമെന്ന് ഡോജെ പറയും. അങ്ങനെയാണ് അവൻ്റെ സങ്കടം മാറുന്നത്. ഇതിനു മുമ്പേ സെഗിയുടെ പപ്പി ഇൻഹോയുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അതിനെ പിടിക്കാനായിട്ട് നോക്കും ഡോജെ. പക്ഷേ അത് ഡോജയെ നോക്കി കുറച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ജൂഹാൻ വരുമ്പോഴത്തേക്കും ജൂഹാന്റെ അടുത്തേക്ക് ഓടി ചെല്ലും. അത് ഫ്രണ്ട്ലി ആയിട്ട് ജൂഹാന്റെ അടുത്ത് ചെല്ലുന്ന കാണുമ്പോഴത്തേക്കും ഡോജെ വീണ്ടും അതിനെ അപ്രോച്ച് ചെയ്യും. പക്ഷേ വീണ്ടും അതിങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും. യൂഷ്വലി ആരുടെ അടുത്തും ഈ പപ്പി ഇങ്ങനെ കുറയ്ക്കാറില്ല. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഡോജയുടെ അടുത്ത് മാത്രം പെരുമാറുന്നതെന്ന് ചോദിച്ചിട്ട് അവരെല്ലാവരും ഡോജയെ കളിയാക്കും. എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്കിനും ഡോജയുടെ അടുത്ത് സെഗി പറയും, ഇപ്രാവശ്യം ഞാൻ പേടിച്ചു പോയി, തിരിച്ച് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഡോജെ പറയുന്നത്, എനിക്ക് എൻ്റെ ഈ കണ്ടീഷൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വന്തമായിട്ട് സ്നേഹിച്ചിട്ടില്ല. പക്ഷേ ഒരാൾ എങ്ങനെയൊക്കെ മാറിയാലും ആ ആളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് സെഗിയാണ് എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ കണ്ടീഷനെ പറ്റി എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെ അടുത്തും പറയാനായിട്ട് പോവാണെന്ന് പറയും. ഞാൻ ആദ്യമായിട്ട് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ ഒരു ആക്സിഡന്റിൽ പെട്ടേനെ, പക്ഷേ വേറൊരാൾ എന്നെ രക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവനോടിരിക്കുന്നത്. ആ ഒരു നന്ദി എനിക്ക് ജീവിതത്തിൽ എന്നും ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്തും അങ്ങനെ പെരുമാറണം എന്ന് എനിക്ക് മനസ്സിലുണ്ടെന്ന് സെഗി പറയും. പേടിക്കണ്ട, ഡോജെ അറിയുന്ന ആളുകളൊക്കെ ഡോജയുടെ കണ്ടീഷൻ അറിയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനെ പറയാനായിട്ട് എൻകറേജ് ചെയ്തിട്ടാണ് വിടുന്നത്. ഫാമിലി ഗ്യാതറിംഗിൽ വെച്ചിട്ട് ഡോജെ എല്ലാവരോടും പറയും, 10 വർഷം മുമ്പ് ആക്സിഡന്റിൽ എനിക്കിങ്ങനെ സംഭവിച്ചു, ഫേസ് ബ്ലൈൻഡ്നെസ് ആണ്, എനിക്ക് ആരെയും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഗ്രാൻഡ് ഫാദർ അമ്മയടുത്ത് ചോദിക്കും, അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് അറിയാമെന്ന് പറയും. അപ്പം എന്തിനാണ് എൻ്റെ അടുത്തു നിന്നും നിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ഇത് ഒളിച്ചതെന്ന് പറഞ്ഞിട്ട് അമ്മയെ വഴക്ക് പറയുമ്പോൾ ഡോജെ പറയും, ഞാൻ കാരണമാണ് അമ്മ മറച്ചു വെച്ചത്, അമ്മയെ വഴക്ക് പറയണ്ടെന്ന് പറയും. അപ്പോൾ പക്ഷേ സാറ ചോദിക്കുന്നത്, എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് കണ്ടാൽ തന്നെ ഡോജയെ സിഇഒ സ്ഥാനത്ത് മാറ്റുമെന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായും അത് പറയാനായിട്ട് അവർ മടിക്കുമല്ലോ എന്ന് ചോദിക്കും. ഗ്രാൻഡ് ഫാദറിനത് സങ്കടമാവും, റിഗ്രറ്റ് ചെയ്യും. ഗ്രാൻഡ് ഫാദർ കരയും, ഞാൻ കാരണമാണ് ഇത് സംഭവിച്ചത്, ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും. അങ്ങനെ എനിക്കും ഒരു കാര്യം പറയാനുണ്ട്, കീഹോയായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഞാൻ ബ്രേക്ക് ചെയ്യുവാണ്. എനിക്ക് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല. എനിക്ക് കീഹോയെ ഇഷ്ടമായിട്ടല്ല ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്, അയാളുടെ സ്റ്റാറ്റസ് ആയിരുന്നു എനിക്കിഷ്ടം. ഡോജയെ മാറ്റി ഈ കമ്പനി എനിക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കീഹോയുടെ ഹെൽപ്പ് വേണമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചതെന്ന് പറയും. അങ്ങനെ ഒരു ചിന്ത സേറയ്ക്ക് വന്നെങ്കിൽ അതിന് കാരണക്കാരി താനാണെന്നാണ് അപ്പം അമ്മ പറയുന്നത്. അപ്പോൾ സേറ പറയും, അതല്ല പ്രശ്നം, കീഹോയ്ക്ക് ഈ കാര്യം അറിയാം, ഡയറക്ടർ കിമ്മിനും അറിയാം, രണ്ടുപേരും കൂടി സിഇഒ സ്ഥാനത്ത് നിന്ന് ഡോജയെ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. എന്നെ ഗ്രാൻഡ് ഫാദർ എങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് ഡോജെ പറയുമ്പോൾ, ഇത്രയും ചെറിയ കാര്യം നിനക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ലേ, അത് നീ തന്നെ നോക്കണമെന്ന് ഗ്രാൻഡ് ഫാദർ അവനോട് പറയും. എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്തെന്ന് അറിയുമ്പോൾ കീഹോ എന്തായാലും വെറുതെ ഇരിക്കാനായിട്ട് പോകുന്നില്ല. അപ്പം അതിൻ്റെ ബാക്കി കോൺസിക്വൻസസ് ഒക്കെ വളരെ വലുതായിരിക്കും. എന്തായാലും എൻ്റെ ചേട്ടനല്ലേ, അതൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് സേറ പോകുന്നത്. അത് പക്ഷേ ഡോജയ്ക്ക് സന്തോഷമാണ്, ആദ്യമായിട്ടാണ് അവൾ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. ആറവൻ്റെ കൂടെ നടന്നു വരുമ്പോഴാണ് സേറയുടെ കോള് വരുന്നത് ഇൻഹോയ്ക്ക്. അവൻ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഗേൾ ഫ്രണ്ട് ആണല്ലേ എന്ന് അനിയത്തി ചോദിക്കും. അവനത് സമ്മതിക്കത്തില്ല. അന്നേരം സേറ അവിടെ ഒരു കാറിൽ വന്ന് ഇറങ്ങും. എക്സ്പെൻസീവ് കാറാണ്, ഇത് എന്ത് വില കൂടിയ കാറാണ്, നല്ല സൂപ്പർ കാറാണ്, നോക്കിക്കേന്നൊക്കെ പറഞ്ഞിട്ട് അനിയത്തി പറയുന്ന സമയത്ത് കാറിൽ നിന്ന് സേറ ഇറങ്ങി വന്ന് ഇൻഹോയെ ഗ്രീറ്റ് ചെയ്യും. ആറം പരിചയപ്പെടുത്തും, ഞാൻ ഇൻഹോയുടെ അനിയത്തിയാണെന്ന്. ഇവർ തമ്മിൽ വഴക്കാണെന്നാണല്ലോ ഇൻഹോ പറഞ്ഞേക്കുന്നത്. അങ്ങനെയല്ല എന്ന് കാണുമ്പോൾ തന്നെ സേറയ്ക്ക് മനസ്സിലാവും. ഞാൻ ചേട്ടനെ കൊണ്ട് ഒരു സ്ഥലം വരെ പൊക്കോട്ടയം ചോദിക്കുമ്പോഴത്തേക്കും ആറമിന് സന്തോഷമാണ്. പിന്നെ കൊണ്ടുപോക്കോ, എത്ര നേരം വേണമെങ്കിലും കൊണ്ടുപോയിക്കോളാനായിട്ട് പറയും. പോകുന്നതിന് മുമ്പ് ഇൻഹോ പറയും, ഇതൊന്നും അച്ഛൻ്റെ അമ്മയടുത്ത് പറയരുതെന്ന്.
ഞാനൊന്നും ആരോടും പറയാൻ പോകുന്നില്ല, പെട്ടെന്ന് പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കാറിൽ കയറ്റി വിടാൻ ധൃതിയാണ് ആറമ്മിന്. ഇത്രയും സുന്ദരിയും ഇത്രയും പൈസയുള്ള ഒരു ചേച്ചിയെ കിട്ടുവാണല്ലോ. ഞാൻ ട്രീറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് സേറ ഇൻഹോയും കൊണ്ടൊരു റെസ്റ്റോറൻറ്റിലേക്ക് വരും. അവിടെ വരുമ്പോൾ ആരോ ഇൻഹോയുടെ പേര് വിളിക്കും. നോക്കുമ്പോൾ സേഗിയും ഡോജയും അവിടെ ഒരു ഡേറ്റിന് വന്നേക്കുവാണ്. അങ്ങനെ പിന്നെ 4 പേരും കൂടെ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. ഇൻഹോയാണ് സേറ ഡേറ്റ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കാൻ വയ്യ ഡോജയ്ക്ക്. നിങ്ങൾ എപ്പം മുതലാണ് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് 6 മണി മുതൽ എന്നാണ് ഇൻഹോ പറയുന്നത്. ഡോജ ഇത് വിശ്വസിക്കുന്നില്ല. പറഞ്ഞത് സത്യമാണ്, ഞാനാണ് ഇൻഹോയുടെ പുറകെ നടക്കുന്നതെന്നുണ്ടെ സേറ പറയും. ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കും. അങ്ങനെയല്ല, ഞാനാണ് പറഞ്ഞത് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് ഉടനെ ഇൻഹോ പറയും. സേറ ഇപ്പോൾ സേഗിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് ഡോജയെ ഇഷ്ടപ്പെട്ടതെന്ന്. ഞാൻ എത്ര കൈൻഡായിട്ടുള്ള ആളാണെന്ന് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തത് ഡോജയാണെന്നുടനെ സേഗി പറയും. ഡോജ ഇൻഹോയുടെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ടാണ് സേറയെ ഇഷ്ടപ്പെട്ടതെന്ന്. ആളത്ര പാവമൊന്നുമല്ല, അത്ര നല്ല സ്വഭാവമല്ല, പക്ഷെ അതാണ് സേറയുടെ ചാമെന്നാണ് ഇൻഹോ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, എൻ്റെ അനിയത്തി പാവമാണെന്ന് പറഞ്ഞ ഡോജെ പറയും. ഇൻഹോയ്ക്കും സേഗി ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ വയ്യ. രണ്ടുപേരും പ്രത്യേക രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത്. ഫാമിലി അടുത്ത് ഡോജയുടെ കണ്ടീഷൻ പറഞ്ഞപ്പോൾ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് സേഗി ചോദിക്കും. വിചാരിച്ച കൂട്ടല്ല ആരും റെസ്പോണ്ട് ചെയ്തത്. ഗ്രാൻഡ് ഫാദർ അക്സെപ്റ്റ് ചെയ്തു, കരയുക കൂടി ചെയ്തു എന്ന് ഡോജെ പറയും. സെമിനാരിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, അതുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ എന്ന് എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നില്ല എന്ന് സേറ അടുത്ത് ഇൻഹോ ചോദിക്കും. ഇനി അതുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിന് തീരുമാനിച്ച ഇയാൾ നല്ലൊരാളല്ല എന്ന് സേറ പറയും. കീഹോയുടെ അടുത്തേക്ക് സേറയെ വിടാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയതെന്ന് ഇൻഹോ അവളുടെ അടുത്ത് പറയും. അവൻ്റെ തൊട്ട് താഴെയുള്ള ടീമിലെ എംപ്ലോയീസിനെ നേരിട്ട് വിളിച്ചിട്ട് ഡോജെ പറയും അവൻ്റെ കണ്ടീഷനെ പറ്റി. അപ്പോഴാണ് അവർക്കെല്ലാം കാര്യം മനസ്സിലാവുന്നത്, ഇത്രയും കീനായിട്ട് എന്തുകൊണ്ട് അവരുടെ അപ്പിയറൻസ് ഒക്കെ ഡോജെ ശ്രദ്ധിച്ചിരുന്നു എന്ന്. അവരതൊക്കെ വെച്ചിട്ട് ബെറ്റ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആലോചിച്ചിട്ട് എല്ലാവർക്കും സങ്കടമാണ്. അവർ പോയി കഴിയുമ്പോൾ ഇനി അടുത്ത നീക്കം എന്താണെന്ന് ജുഹാൻ ചോദിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം, കീഹോയും ഡയറക്ടർ കിമ്മും എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് ഡോജെ പറയും. അങ്ങനെ ഫേസ് ബ്ലൈൻഡ്നെസിന്റെ വാർത്ത ഡയറക്ടർ കിമ്മിന്റെ അടുത്ത് എത്തും. അപ്പൊ അതായിരുന്നു രഹസ്യം നായകം മനസ്സിലാവും. അന്നേരം തന്നെ കീഹോയെ വിളിച്ച് പറയും. കയ്യിലുണ്ടായിരുന്ന രഹസ്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പേഴ്സണലി ഡോജെ അത് എംപ്ലോയീസിന്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് കേട്ട് ദേഷ്യപ്പെട്ട് സേറയുടെ അടുത്തേക്ക് പോകും കീഹോ. നീ എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് കീഹോ സേറയുടെ അടുത്ത് ചോദിക്കും. അതെനിക്കുള്ള ഗിഫ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്, ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. അതോ ഇനി ബോംബായിരുന്നു, ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ നേർക്ക് എറിഞ്ഞേക്കുകയാണ്. നമ്മുടെ എൻഗേജ്മെന്റും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കല്യാണമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ പോലെയുള്ള ഒരാളുമായിട്ട് ഞാൻ നിങ്ങളുടെ സൈഡ് ചേർന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കുറ്റബോധം ഉണ്ടെന്ന് സേറ പറയും. അവൾ ചതിച്ചോന്ന് മനസ്സിലാവുമ്പോൾ ആ ദേഷ്യത്തിന് അവളെ അടിക്കാനായിട്ട് കീഹോ പോകും. അന്നേരം ഇൻഹോ വന്ന് അവൻ്റെ കൈ പിടിക്കും. ആരാണെന്ന് ചോദിക്കുന്നുണ്ടേ ഞാൻ ഡെലിവറി ബോയ് ആണെന്നാണ് ഇൻഹോ പറയുന്നത്. പക്ഷെ അവൻ്റെ മുഖം കാണുമ്പോൾ കീഹോയ്ക്ക് മനസ്സിലാവും ഇവന് വേണ്ടിയിട്ടാണോ നീ എന്നെ ചതിച്ചതെന്ന് ചോദിക്കും. അല്ലാന്ന് സേറ പറയുന്നുണ്ടെങ്കിലും അവനത് വിശ്വസിക്കത്തില്ല. ആ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഞാൻ എന്താണ് ഉപേക്ഷിക്കുന്നത്, എന്താണ് വേണ്ടെന്ന് വെക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് സേറ ഇൻഹോയുടെ അടുത്ത് പറയും. എനിക്കും എല്ലാം ഉപേക്ഷിക്കാനായിട്ട് തോന്നുന്നു എന്ന് ഇൻഹോ പറയുമ്പോൾ എന്നാൽ ചെയ്യാനാ പറഞ്ഞിട്ട് സേറ അവനെ പ്രോത്സാഹിപ്പിക്കും. ആ ദേഷ്യത്തിന് കീഹോ വരുന്നത് ഡോജയുടെ അടുത്തേക്കാണ്. നമ്മൾ തമ്മിൽ സൈൻ ചെയ്ത കോൺട്രാക്ട് ഞാൻ വേണ്ടാന്ന് വെച്ചാൽ നിന്റെ കമ്പനിക്ക് എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കും. കോൺട്രാക്ടിന്റെ കാര്യമൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കേണ്ട, ഇതല്ലേ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് അവൻ്റെ ഫ്രണ്ടിലേക്ക് ഡോജ ഇട്ട് കൊടുക്കും. എനിക്കിനി നിന്നെ സഹിക്കേണ്ട കാര്യമില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. നീ സേറയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് സേറയ്ക്ക് വേണ്ടിയിട്ടാണ് നിന്റെ ഈ സ്വഭാവമൊക്കെ ഞാൻ ടോളറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അത് സഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ എഴുന്നേറ്റ് ചൈക മാറ്റി പോച്ചൊക്കെ ഊരും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്നുള്ള രീതിക്ക് സംസാരിക്കുമ്പോഴത്തേനും ഇവൻ പേടിച്ച് ബാക്കിലേക്ക് മാറും. ഞാൻ എന്തിനാണ് എൻ്റെ റൂമിൽ ഇത്രയും വലിയൊരു ഫിഷ് ടാങ്ക് വെച്ചേക്കുന്നത്, അതിലൊരാളെ കൊള്ളും, അത് നിനക്ക് അറിയാലോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ഇവൻ പേടിച്ചിട്ട് അവിടുന്ന് പോകും. വാതിൽ തുറന്നു കൊടുത്തിട്ട് ഇനി എൻ്റെ മുമ്പിലോ സേറയുടെ മുമ്പിലോ നീ വന്നാൽ നിന്റെ കമ്പനിയും നിന്നെയും ഞാൻ ഇല്ലാതാക്കും എന്ന് ഡോജെ പറയും. അത് കേട്ടിട്ട് പേടിച്ച് കീഹോ അവിടുന്ന് പോകും. അങ്ങനെ സംസാരിക്കുന്ന ഡോജെ അവൻ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. സേഗി ഒരു ഫാൻ സൈനിങ് ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവളുടെ ഒരുപാട് ഫാൻസ് അവളെ കാണാനായിട്ട് വരും. 10 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവളെ കാണാനായിട്ട് വരുന്ന ഒരു ഫാനുണ്ട്. ആ പെൺകുട്ടി വന്നിട്ട് നന്നായിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ആണ് പോകുന്നത്. സേഗിക്ക് സന്തോഷമാണ് ഇവരെയൊക്കെ കാണുന്നത്. ഒരു കാരണവുമില്ലാതെ തന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നാണ് അവളുടെ സന്തോഷം. അന്നത്തെ വിശേഷങ്ങളൊക്കെ ഡോജോ എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് സേഗി അവനോട് ചോദിക്കും എങ്ങനെയാണ് ആക്സിഡന്റ് പറ്റിയതെന്നൊന്ന് പറയാമോ എന്ന്. അപ്പം ഡോജോ അവൻ്റെ അച്ഛനെ പറ്റി പറയും. അച്ഛനൊരു ശില്പിയായിരുന്നു, കുറെ കാലം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒറ്റയ്ക്ക് യൂറോപ്പിലേക്ക് പോയി. ഒരുപാട് വർഷം അവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചത്. അവസാനം അച്ഛന് വയ്യാതായപ്പോൾ
അവസാന ആഗ്രഹം എന്ന നിലയിൽ ഡോജയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഡോജയാണ് യൂറോപ്പിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ഇറങ്ങി അമ്മയെ വിളിക്കും. ഇവിടെ എത്തി എന്ന് പറയുന്നുണ്ട്. ഞാൻ പുറകെ എത്തിയേക്കാം, നീ ആദ്യം പോയി അച്ഛനെ കാണാനായിട്ട് അമ്മ പറയും. ഇവൻ ഫോൺ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ ഒരു വയസ്സായ ലേഡി ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഒരു വണ്ടി അവരെ ഇടിക്കാനായിട്ട് വരും. അത് ട്രാൻസ്ഫോം ചെയ്ത് ചെയ്യുകയാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. വണ്ടി ഇവരെ ഇടിക്കാൻ പോകുന്ന കാണുമ്പോൾ ഡോജെ ഓടി വന്നവരെ പിടിച്ചു മാറ്റും. അങ്ങനെയാണ് ഡോജയെ വണ്ടി ഇടിക്കുന്നത്. അമ്മ അവിടെ എത്തുമ്പോഴത്തേക്കും ഇവന് ആക്സിഡന്റ് ഒക്കെ ആയി ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോകും. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അച്ഛൻ മരിക്കും. അത് കഴിയുമ്പോൾ അമ്മ വന്നിട്ട് പറയും, നീ എത്രയും പെട്ടെന്ന് ഉണരണം, അച്ഛനെ പോയി കാണണം എന്നൊക്കെ. പിന്നെയും കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവന് ബോധം വരുന്നത്. വന്നു കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ സ്വന്തം അമ്മയെ പോലും അവന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇത് കേൾക്കുമ്പം സേഗിക്ക് കാര്യം മനസ്സിലാവും. അവൾ ഞെട്ടി എഴുന്നേക്കും. അവളാണ് ഇവന്റെ ആക്സിഡന്റിന് കാരണം എന്ന് അവൾ തിരിച്ചറിയുവാണ്. ഒന്നും പറയാതെ, എനിക്ക് വീട്ടിലൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടുന്ന് പോകും. അപ്പൊ ഞാൻ കൊണ്ടുവിടാന്ന് ഇവൻ പറയുന്നുണ്ട്. അപ്പൊ ഇവളുടെ മുഖഭാവം മാറുന്നതൊന്നും ഇവന് മനസ്സിലാകുന്നില്ല. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയും. കാറിലിരിക്കുമ്പോൾ അതുവരെ ആദ്യമായിട്ട് കണ്ടപ്പോൾ മുതൽ പിന്നീട് പല പ്രാവശ്യം ഡോജയെ ഇങ്ങനെ കളിയാക്കി ഇവള് സംസാരിച്ചത് ഇങ്ങനെ ഓർക്കും. ഇവള് കാരണമാണ് അവൻ ആ സിറ്റുവേഷൻ വന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്കിനും വീട്ടിൽ വന്നിട്ട് കുറ്റബോധം കാരണം അവള് പൊട്ടിക്കരയും. അവള് വീട്ടിലെത്തിയല്ലോ, സേഫ് ആയിട്ട് എത്തിയല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ഡോജയെ പുറകെ വിളിക്കും. കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, വീട്ടിലെത്തിയല്ലോ എന്ന് ചോദിക്കും. അന്നേരം സെയി ഡോജയുടെ അടുത്ത് പറയും, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഡോജയുടെ ആക്സിഡന്റിന് കാരണം ഞാനാണ്, ഇങ്ങനൊരു അവസ്ഥ വരാൻ കാരണം ഞാനാണെന്ന് പറയും.